സങ്കീർത്തനം 133:1 പറയുകയാണ്, സഹോദരർ ഏകമനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതത്തിൻ്റെ 7ാമത്തെ എപ്പിസോഡ്, 3ാമത്തെ തലം സാഹോദര്യ ബന്ധങ്ങളെക്കുറിച്ച് തന്നെയാണ്. അതായത് ദാവീദിലൂടെ ദൈവമായ കർത്താവ് നമ്മളോട് പറയുകയാണ്, സഹോദരങ്ങൾ ഏക മനസ്സോടെ വസിക്കുന്നത് എത്ര സന്തോഷപ്രദമാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, സ്നേഹം നഷ്ടപ്പെടുന്നതിന് മുമ്പ് പിരിയണം. സ്നേഹിച്ചിരിക്കുമ്പോൾ തന്നെ പിരിയണം എന്നാണ്. കാരണം മുറിവേറ്റ് പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചേർത്ത് കൊണ്ടുവരുവാൻ ഒരുപാട് ബല കൊടുക്കേണ്ടി വരും, വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. ഒരുപക്ഷെ ചിലരുടെയൊക്കെ ജീവിതത്തിലെങ്കിലും ഈ ലോകത്ത് നിന്നും പോകേണ്ടി വന്നാൽ പോലും പിരിയാത്തവരെ, അടുക്കാത്തവരെ, സ്നേഹിക്കാത്തവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലരുടെയൊക്കെ ജീവിതത്തിൽ ഈ ലോകത്ത് നിന്നും പോകേണ്ടി വന്നാൽ തന്നെയും അടുത്തു വരാത്തവരെയും ചേർത്തിണക്കാത്തവരെയും കണ്ടിട്ടുണ്ട്. വെറുപ്പോടും പ്രതികാരത്തോടു കൂടിയും ഈ ലോകം വിട്ടുപോകുന്ന സഹോദരന്മാരെയും കണ്ടിട്ടുണ്ട്. എന്നാൽ മുറിവേൽക്കുന്നതിന് മുമ്പ്, സ്നേഹം അകന്നു പോകുന്നതിന് മുമ്പ് നമ്മൾ സഹോദരങ്ങൾ പിരിഞ്ഞ് താമസിക്കുന്നത് നല്ലതാണ്. വിവാഹം കഴിഞ്ഞ മാതാപിതാക്കളും മക്കളുമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതായത് നമ്മുടെ വീട്ടിൽ വന്നു കയറിയ ഒരു പെൺകുട്ടീനെ സ്വന്തം അമ്മയാകുന്ന, പെൺകുട്ടിയുടെ അമ്മായിയമ്മയാകുന്ന, അമ്മായിയപ്പനാകുന്ന ഈ വ്യക്തികൾ നമ്മുടെ ഭാര്യനെ നിരന്തരം പീഡിപ്പിക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ബന്ധം മുറിഞ്ഞു പോകുന്നതിന് മുമ്പ് സ്നേഹിച്ചിരിക്കുമ്പോൾ തന്നെ പിരിയുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം ഈ ലോക ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കേണ്ടത് ബന്ധങ്ങൾ ശിഥിലമാകാതിരിക്കാൻ വേണ്ടിയാണ്. ബന്ധങ്ങൾ ശിഥിലമായി കഴിഞ്ഞാൽ വേദനയുടെ ആഴം കൂടുവാനും ഏറെ സാധ്യതയുണ്ട്. ഇവിടെ നമ്മൾ അബ്രഹാമിനെ മാതൃകയാക്കി നമുക്ക് എടുക്കാൻ പറ്റും. അബ്രഹാം ഒന്നുമില്ലായ്മയിൽ നിന്നും ദൈവത്തിൻ്റെ സ്വരം കേട്ടുകൊണ്ട് ഭാര്യയുമായി ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് സഹോദരപുത്രൻ ലോത്തിനെ ഹൃദയത്തിൽ സ്വീകരിച്ചു. ലോത്തിനെ സഹോദരനായി തന്നെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് അബ്രഹാം ലോത്തിനെ കൂടെ കൂട്ടി. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ സമ്പന്നതയുടെ നടുവിലായി ലോത്തും അബ്രഹാമും. അതിസമ്പന്നതയുടെ നടുവിലെത്തിയ അബ്രഹാം, നിങ്ങൾ ഓർത്തോണം, അബ്രഹാമിനെ ഈ ലോകത്തിലെ ഒരു സമ്പത്തും അബ്രഹാമിനെ സ്വാധീനിച്ചില്ല, അബ്രഹാമിൻ്റെ മനസ്സിനെ സ്വാധീനിച്ചില്ല. അബ്രഹാമിൻ്റെ ചിന്ത മുഴുവൻ ദൈവീകമായിരുന്നു, സ്വർഗത്തെ ആയിരുന്നു, പിതാവിനെ എങ്ങനെ തൃപ്തിപ്പെടുത്താമെന്നുള്ള ചിന്തയിലുള്ള ജീവിതയാത്രയായിരുന്നു. സമ്പത്ത് മുഴുവൻ പിന്നിലേക്ക് മാറ്റി. അങ്ങനെ അബ്രഹാമിന് ദൈവം കൊടുത്തൊരു ദർശനമാണ്. അബ്രഹാം നോക്കുമ്പോൾ ലോത്തിൻ്റെയും അബ്രഹാമിൻ്റെയും ദാസന്മാർ വയലിൽ നടത്തുന്ന അടി, വാക്ക് തർക്കങ്ങൾ കുടുംബത്തിൽ വന്ന് അവസാനിക്കാൻ ഏറെ സാധ്യതയുണ്ടെന്ന് അബ്രഹാം കണ്ടപ്പോൾ ലോത്തിനെ സ്നേഹത്തോട് വിളിച്ച് ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 13-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുകയാണ്, അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാക്കരുത്, കാരണം നമ്മൾ സഹോദരന്മാരാണ്. വളരെയേറെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു വാക്യമാണ്. നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാക്കരുത്, നമ്മൾ സഹോദരന്മാരാണ്. ഇടയന്മാരിൽ തുടങ്ങി സഹോദരനിൽ വന്ന് അവസാനിക്കാൻ ഏറെ സാധ്യതകളുണ്ട്. പാർട്ണർഷിപ്പിൽ ബിസിനസ് നടത്തുന്നവർ, ഒരുമിച്ച് ജീവിക്കുന്നവർ, സഹോദരങ്ങൾ തമ്മിലൊരു വിഷയം കാണണമെന്നില്ല. പക്ഷേ ആ ബിസിനസ്സിൽ ചെയ്യുന്ന കടയിൽ നിന്നും അല്ലെങ്കിൽ ജോലി സ്ഥലത്തു നിന്നും നമ്മുടെ സ്ഥാപനത്തിൽ ജോലിക്കാരിൽ ആരംഭിച്ച് സഹോദരന്മാരിൽ വന്ന് അവസാനിക്കാൻ സാധ്യതയുള്ളതായിട്ട് മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, പിരിയുകയാണ്. ഈ പിരിയുന്ന സമയത്ത് വലിയൊരു അപകടം പതിയിരിക്കുകയാണ്. നിസ്വാർത്ഥനായ ഹൃദയവിശാലതയുള്ള അബ്രഹാം ലോത്തിനോട് പറയുകയാണ്, ലോത്തെ, ഈ കാണുന്നത് മുഴുവൻ നീ നോക്കിക്കാണും, നിനക്ക് ഇഷ്ടമുള്ളതെടുക്കാം, ഇഷ്ടമുള്ളത്. ലോത്തിൻ്റെ മനോഭാവം നിമിഷങ്ങൾ കൊണ്ട് അവിടെ മാറിയാണ്. പ്രിയപ്പെട്ടവരെ, ലോത്ത് നോക്കുമ്പോൾ ജോർദാൻ സമതലം മുഴുവൻ ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടോ? ജോർദാൻ സമതലം മുഴുവൻ ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ട്. അപ്പോൾ ലോത്തിൻ്റെ മനോഭാവം അബ്രഹാമും ലോത്തും തമ്മിലുള്ള സാഹോദര്യ ബന്ധങ്ങളെക്കാൾ അപ്പുറത്ത് ജലപുഷ്ടിയുള്ള നശ്വരമായ ഭൂമിയിലേക്ക് ഉടക്കി. അത് കർത്താവിൻ്റെ തോട്ടം പോലെയും സോവോറിന് നേരെയുള്ള ഈജിപ്തിലെ മണ്ണ് പോലെയുമായിരുന്നു. അടുത്ത വരി നിങ്ങൾ ശ്രദ്ധിക്കണം. കർത്താവ് സോദോമും ഗൊമോറയും നശിപ്പിക്കുന്നതിന് മുമ്പുള്ള ഒരു അവസ്ഥയായിരുന്നു.
പ്രിയപ്പെട്ടവർ, നമുക്ക് തോന്നിയിരിക്കാം ഇത് ദൈവീകമാണ്, ഈ സമ്പത്തൊക്കെ കണ്ടിട്ട് ദൈവീകമാണ്, ദൈവം തന്നതാണെന്നൊക്കെ, ഫലപുഷ്ടിയുള്ളതാണെന്ന്. എന്നാൽ വരാനിരിക്കുന്ന തകർച്ചയുടെ മുന്നോടിയായ ഒരു അവസ്ഥയാണ്. അബ്രഹാം വിട്ടുകൊടുക്കുകയാണ്. ലോത്ത് അബ്രഹാമിനേക്കാളും സാഹോദര്യ ബന്ധങ്ങളെക്കാൾ അപ്പുറത്ത് ജലപുഷ്ടിയുള്ള ഭൂമിയിലേക്കായിരുന്നു ഉടക്കിയത്, അത് തിരഞ്ഞെടുത്തത്. അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കി മാറ്റി നിർത്തിയിട്ട് അബ്രഹാമിനോട് പറയുകയാണ്, അബ്രഹാം നീ വാ. ഈ ഒരു മനോഭാവം അബ്രഹാം കാണിച്ചപ്പോഴത്തേന് അബ്രഹാമിനോട് കർത്താവ് പറയാണ്, നീ തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക, ഈ കാണുന്നതെല്ലാം ഞാൻ നിനക്ക് തരും. വിട്ടുകൊടുത്ത അബ്രഹാം അതിസമ്പന്നതയുടെ നടുവിൽ, അതായത് അത് മാത്രമല്ല, അബ്രഹാമിനെ തോൽപ്പിക്കാൻ ഈ ലോകത്തിന് കഴിഞ്ഞില്ല. പക്ഷേ തട്ടിയെടുത്ത, അല്ലെങ്കിൽ മനോഭാവത്തിന് മാറ്റം വന്ന, മനസാക്ഷിയിൽ കളങ്കം ചേർത്ത ലോത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും അറിയാം. ഉൽപ്പത്തി 27:13 പറയാണ്, അവൻ്റെ അമ്മ പറഞ്ഞു, ആ ശാപം എൻ്റെ തലയിൽ ഇരിക്കട്ടെ, എൻ്റെ തലയിൽ ഇരിക്കട്ടെ എന്ന് വെച്ചാൽ ബോധപൂർവം ഏറ്റെടുക്കുകയാണ്. ബോധപൂർവം ചില തകർച്ചകൾ, ചില പരാജയങ്ങൾ ഏറ്റെടുക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് ഈ ബോധപൂർവം വിട്ടുകൊടുക്കുകയും കൂടി ചെയ്യണം. ബോധപൂർവം വിട്ടുകൊടുക്കണം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിൻ്റെ പ്രിയപ്പെട്ട സഹോദരനോ സഹോദരിയോ നിനക്ക് അർഹതപ്പെട്ടത് തരാതിരിക്കുകയാണെങ്കിൽ നീ അബ്രഹാമിൻ്റെ മനോഭാവമാണ് സ്വീകരിക്കേണ്ടത്. വിട്ടുകൊടുക്കുന്നൊരു മനോഭാവമാണ് സ്വീകരിക്കേണ്ടത്. നീ പകരം ചെയ്യരുത്, പകരം വീട്ടരുത്. നീ അവിടെ ജോസഫിൻ്റെ മനോഭാവമായിരിക്കണം. ദൈവം നിന്നെ അനുഗ്രഹിക്കും, ഉറപ്പാണ്. മുറിവേൽക്കുന്നവനും തിരസ്കരിക്കപ്പെട്ടവനെയും അനാഥരെയും വിധവകളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കും. ദൈവം നിന്നെ അനുഗ്രഹിക്കുമ്പോൾ നീ ഓർത്തുകൊള്ളുക, നീ പകരം വീട്ടരുത്. പകരം വീട്ടി ദൈവത്തിൻ്റെ ഹൃദയത്തെ നീ വേദനിപ്പിക്കരുത്. ജോസഫ് ഉൽപ്പത്തി 45:3 ചോദിക്കുകയാണ്. ജോസഫ് സഹോദരന്മാരോട് പറഞ്ഞു, ഞാൻ ജോസഫാണ്, എൻ്റെ പിതാവ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവോ? അവരാകട്ടെ സ്തംഭിച്ചുപോയി, അവർക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ജോസഫ് എന്ത് ചെയ്ത്? പകരം വീട്ടാതെ ചേർത്ത് പിടിച്ചുകൊണ്ട്, നിങ്ങൾ കരയണ്ട, ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. എന്ത് ലോജിക്കാണ്! സഹോദരന്മാർ ചെയ്ത ക്രൂരത മുഴുവൻ, സഹോദരന്മാർ വരുത്തിവെച്ച സകല വിനകളും ദൈവകരങ്ങളിൽ നിന്നത് സ്വീകരിച്ചുകൊണ്ട് അവരെ അനുഗ്രഹിക്കുന്ന ജോസഫിനെ കാണാൻ കഴിഞ്ഞു. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അർഹതപ്പെട്ടത് കൊടുക്കാതിരിക്കുക, അർഹിക്കാത്തത് കൊടുക്കുക. മനസ്സിലായോ? അർഹതപ്പെട്ടത് കൊടുക്കാതിരിക്കുക, അർഹിക്കാത്തത് കൊടുക്കുക. എന്താണ് അർഹതപ്പെട്ടത്? നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്കെതിരെ ചെയ്ത ഒരുപാട് തെറ്റുകളുണ്ട്, നമ്മളെ ഏൽപ്പിച്ച ഒരുപാട് മുറിവുകളുണ്ട്, നമ്മൾക്ക് തന്ന ഒരുപാട് തകർച്ചകളുണ്ട്. ദൈവം നമ്മളെ ഒരു കാലഘട്ടത്തിൽ ഉയർത്തി കഴിയുമ്പോൾ, ദൈവം ഒരു കാലഘട്ടത്തിൽ നമ്മളെ അനുഗ്രഹിച്ച് കഴിയുമ്പോൾ, നമുക്ക് പിശാച് ഇങ്ങനെ ഒരു ചിന്ത തരാം, നിന്നോട് അവർ മുമ്പ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, നിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ടുണ്ട്, നിന്നെ തകർത്തിട്ടുണ്ട്, അവർക്ക് അർഹതയാണ്, നീ കൊടുക്കണം, തിരിച്ചു കൊടുക്കണം, പ്രതികാരം ചെയ്യണമെന്നോ. പ്രിയപ്പെട്ടവരെ, സത്യമാണ്, അവർ ചെയ്തതിൻ്റെ പ്രതികാരം എന്നതുപോലെ അവർക്ക് അർഹതപ്പെട്ടത് നമുക്ക് കൊടുക്കാൻ വേണമെങ്കിൽ. എന്നാൽ ജോസഫിനെ പോലെ ചിന്തിച്ചുകൊണ്ട് അവർക്ക് അർഹതപ്പെട്ടത് കൊടുക്കാതിരിക്കാം. മറിച്ച് എന്ത് ചെയ്യണം? അവർക്ക് അർഹതയില്ലാത്തത് കൊടുക്കാം. നമ്മളെ ചെയ്തതിൻ്റെ, നമ്മളോട് പ്രവർത്തിച്ചതിൻ്റെ കാരണത്താൽ പലതും നമുക്ക് കൊടുക്കാൻ അർഹതയില്ല. പക്ഷേ അവർക്ക് അർഹതയില്ലാത്തത് കൊടുക്കുമ്പോഴാണ് നമ്മൾ കർത്താവിൻ്റെ മനസ്സിനോട് ചേരുന്നത്. പത്രോസിന്റെ ലേഖനത്തിൽ 3-ാം അധ്യായം 1 പത്രോസ് 3:9 പറയുന്നു, തിന്മയ്ക്ക് പകരം തിന്മയോ നിന്ദനത്തിന് പകരം നിന്ദനമോ കൊടുക്കരുത്, മറിച്ച് അവരെ അനുഗ്രഹിക്കുവിൻ. എന്തിനു വേണ്ടിയാ? അനുഗ്രഹത്തിൻ്റെ അവകാശികളാകാൻ വേണ്ടി നിങ്ങൾ അവരെ അനുഗ്രഹിക്കുവിൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് ഉടനീളം സാഹോദര്യ ബന്ധം നിലനിർത്താൻ വേണ്ടി മുറിവേൽപ്പിച്ചവനെ വെച്ച് കെട്ടുന്നതാണ് കർത്താവിൻ്റെ മഹത്വം. 1 യോഹന്നാൻ 3:14-15 പറയാണ്, സഹോദരരെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മൾ മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സഹോദരങ്ങളെ സ്നേഹിച്ച് കഴിയുമ്പം
നമ്മൾ മരണത്തിൽ നിന്നും ജീവനിലേക്കാണ് കടന്നിരിക്കുന്നത്. വീണ്ടും പറയാണ്, സ്നേഹിക്കാത്തവനാകട്ടെ മരണത്തിൽ തന്നെ നിലകൊള്ളുന്നു. സ്നേഹിക്കാതെ വെറുപ്പും വിദ്വേഷവും കലഹവും വെച്ചുകൊണ്ട് പ്രതികാരം വീട്ടാൻ പോകുന്നവൻ ഇപ്പോഴും അവൻ മരണത്തിൽ തന്നെയാണ് നിലകൊള്ളുന്നതെന്നാണ് പറയുന്നത്. 1 യോഹന്നാൻ 3:17 ഇപ്രകാരമാണ് പറയുന്നത്, ലൗകിക സമ്പത്തുണ്ടായിരിക്കെ ഒരുവൻ തൻ്റെ സഹോദരനെ സഹായം അറിയിക്കുന്നതിനായി കണ്ടിട്ടും അവനെതിരെ ഹൃദയം അടയ്ക്കുന്നുവെങ്കിൽ അവനിൽ ദൈവസ്നേഹം എങ്ങനെയാണ് കുടികൊള്ളുക? അതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. നമ്മുടെ കയ്യിൽ ആവോളം സമ്പത്തുണ്ടായിരിക്കെ നമ്മുടെ കൂടപ്പുറപ്പിൻ്റെ വീട് ജിപ്തി ചെയ്തു പോകുന്നുവെങ്കിൽ എങ്ങനെയാണ് നമ്മളിലെ ദൈവസ്നേഹം കുടികൊള്ളുക? നമ്മുടെ സഹോദരിയുടെ കുഞ്ഞിന് പഠിക്കാൻ പൈസ ഇല്ലാതിരിക്കെ നമ്മൾ എത്ര നാട്ടിലെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചാലും ദൈവം പ്രസാദിക്കുമെന്ന് വിചാരിക്കരുത്. നമ്മുടെ സഹോദരിയുടെ മക്കളെ വിവാഹം കഴിപ്പിച്ച് അയക്കാൻ പൈസ ഇല്ലാതിരിക്കെ നാട്ടിൽ സമൂഹ വിവാഹം നടത്തിയാലും ദൈവം പ്രസാദിക്കുമെന്ന് വിചാരിക്കരുത്. നമ്മുടെ സഹോദരൻ വാടക വീട്ടിൽ കഴിയുകയെ നമ്മൾ മണിമാളികയിൽ കടന്നു കഴിഞ്ഞാൽ, അതോടൊപ്പം തന്നെ പള്ളി കെട്ടാനാണെങ്കിലും മറ്റ് നാട്ടുകാർക്ക് മുഴുവൻ വീട് വെച്ച് കൊടുക്കാനാണെങ്കിലും പോയാലും കൂടെ പിറക്കുന്ന സഹോദരനെ വാടക വീട്ടിലേക്ക് വിട്ടിട്ട് നീ എന്ത് സൽക്കർമ്മങ്ങൾ ചെയ്താലും അത് ദൈവസന്നിധിയിൽ സ്വീകാര്യമാകുമോ ഇല്ലയോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുകയാണ്. അതിനാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സാഹോദര്യ ബന്ധങ്ങൾ തിരിച്ചു പിടിക്കാൻ എന്ത് വിലയും നമ്മൾ കൊടുക്കണം, അങ്ങേയറ്റം വരെ പോകണം. സാഹോദര്യ ബന്ധങ്ങൾ തകർക്കുന്നത് മനുഷ്യനല്ല, പിശാചാണ്. അത് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ താളുകളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ സാഹോദര്യ ബന്ധങ്ങളുടെ ശത്രു ആരാണെന്ന് മനസ്സിലാകും. എന്നാൽ സഹോദരങ്ങളുടെ മിത്രം ആരാണെന്ന് നമുക്ക് മനസ്സിലാവും. സഹോദരങ്ങളുടെ മിത്രം യേശു ക്രിസ്തുവാണ്. യേശു പറഞ്ഞു, ഇനി മുതൽ ഞാൻ നിങ്ങളെ സഹോദരങ്ങളെന്ന് വിളിക്കും. അതുകൊണ്ട് അവസാനം വരെ, ഈ ലോകം വിട്ട് നമ്മൾ പോകുന്നതും തൊട്ട് നിമിഷം വരെയും സഹോദരി ബന്ധങ്ങൾ നിലനിർത്തുവാൻ വേണ്ടി എന്തു വിലയും ജീവിതത്തിൽ കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 13-ാം അധ്യായത്തിലെ 1-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞില്ലേ, ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുവാനുള്ള സമയമായി എന്ന് പെസഹാ തിരുനാളിന് മുമ്പ് അവൻ അറിഞ്ഞു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. ഈ ലോകം വിട്ട് പോകാനുള്ളവരാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ. യേശുവിനറിഞ്ഞു, യേശു ഈ ലോകം വിട്ട് പോകാൻ, പരസ്യജീവിതം കഴിഞ്ഞ് യേശുവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും മടുത്തു എന്ന് യേശു അറിഞ്ഞു. അപ്പോൾ യേശു അറിഞ്ഞ നിമിഷം തന്നെ യേശു പറയുകയാണ്, ഞാൻ അവസാനം വരെ സ്നേഹിച്ചു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഈ നിമിഷം അവസാനിക്കുന്ന ജീവിതമാണ് നിങ്ങളുടേതും എൻ്റെതും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴോ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴോ ഒരുപക്ഷെ ജീവൻ പോകാം, ഒരുപക്ഷെ അടുത്ത ദിവസം പോകാം, അടുത്ത വർഷം പോകാം. എന്ന് എപ്പോൾ എങ്ങനെ ഈ ലോകം വിട്ട് ഞാനും നിങ്ങളും പോകുമെന്ന് എനിക്കും നിങ്ങൾക്കും അറിയില്ല. സർവശക്തനായ യേശുവിന് അറിയാമായിരുന്നുവെങ്കിൽ യേശു ആ രഹസ്യം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടില്ല. ഇന്ന് ഞാൻ സീറോ മലബാർ കുർബാനയിൽ പങ്കെടുത്തിട്ടാണ് ഈ വിഷയം ഞാൻ പറയുന്നത്. അവസാനത്തെ പ്രാർത്ഥന എൻ്റെ കാതുകളിൽ മുഴങ്ങി, വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്തി, ഞങ്ങളുടെ കർത്താവിൻ്റെ കബറിടമേ സ്വസ്തി. ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ഈ കുർബാന കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലിയർപ്പിക്കാൻ വരുവോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. വളരെ അർത്ഥബദ്ധമായ പ്രാർത്ഥന, വളരെ ശക്തിയേറിയ പ്രാർത്ഥന. ഇത് ഹൃദയത്തിൽ വഹിക്കേണ്ട പ്രാർത്ഥന. ആ ദേവാലയത്തിൽ നിന്നും ആ പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് ചെല്ലുമ്പോഴും സഹോദരങ്ങൾക്കെതിരെ ഹൃദയമടച്ചിട്ട് മുഖം തിരിച്ചിരിക്കുകയാണെങ്കിൽ അടുത്ത ദിവസം ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ എങ്ങനെയാണ് ബലിയർപ്പണത്തിന് വേണ്ടി അവിടെ ചെല്ലാൻ പറ്റുക? എങ്ങനെയാണ്? കർത്താവ് യേശു പഠിപ്പിച്ചില്ലേ, നിൻ്റെ സഹോദരനോട് നീ ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ല എങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവും അപ്രകാരം തന്നെയായിരിക്കും നിന്നോടും ചെയ്യുന്നത്. നമ്മൾ ഏറ്റവും സുന്ദരമായ പ്രാർത്ഥനയാണ് യേശു പഠിപ്പിച്ചത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന. എന്നിട്ട് പറയുന്നു, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ. അങ്ങനെ ക്ഷമിച്ചാൽ മതിയല്ലോ. ഞാൻ ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ ദൈവത്തോട് ഞാൻ പറയാണ്, ദൈവമേ അങ്ങനെ തന്നെ എന്നോട് ക്ഷമിച്ചാൽ മതി. ഞാൻ എൻ്റെ സഹോദരങ്ങളെ വെറുത്തിട്ടുണ്ടെങ്കിൽ വെറുത്ത് കൊലപാതകയെ പോലെ ചിലർ പറയും, എന്നെ സംബന്ധിച്ച് എൻ്റെ സഹോദരങ്ങൾ മരിച്ചതിനും തുല്യമാണ്,
അങ്ങനെ പറയുമ്പോഴും നീ ആ പ്രാർത്ഥനയുടെ അർത്ഥം ഹൃദയത്തിലൊന്ന് രേഖപ്പെടുത്തണം. കർത്താവേ, ഞാൻ എൻ്റെ സഹോദരങ്ങളെ വെറുത്തിരിക്കുകയാണ്, നീയും എന്നെ വെറുത്തോ, നീയും എന്നെ വെറുത്തോ. ഞാൻ എൻ്റെ സഹോദരങ്ങളെ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണോ, അങ്ങും എന്നെ മാറ്റി നിർത്തിക്കോ. ക്ഷമിച്ചതുപോലെ എന്നുള്ള പ്രാർത്ഥനയാണ്, ക്ഷമിച്ചതുപോലെ. അതുകൊണ്ട് ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ കടപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ മാത്രമേ കാണപ്പെടാത്ത ദൈവത്തെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുകയുള്ളൂ. അതിനാൽ നമ്മുടെ ജീവിതം ക്ഷണികമാണ്. കുറച്ച് നാളുകൾ മാത്രം ജീവിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നിന്നും കടന്നു പോകാനുള്ളതാണ്. നമ്മൾ എവിടെ നിന്ന് വന്നോ അങ്ങോട്ടുള്ളൊരു യാത്രയിലാണ് നമ്മളും. അതുകൊണ്ട് നമ്മളെല്ലാം മറക്കണം, എല്ലാം മറക്കണം. ജോസഫ് പറഞ്ഞു, എല്ലാം മറക്കാൻ എനിക്കൊരു കുഞ്ഞിനെ നൽകി, അവനെ ഞാൻ മനാസെസ് എന്ന് പേരിട്ടു. എന്താണ്? ഇന്നലെ വരെയും സഹോദരങ്ങൾ എന്നോട് ചെയ്തത്, ഇന്നലെ വരെയും പ്രിയപ്പെട്ടവർ എന്നോട് ചെയ്തത്, ഇന്നലെ വരെയും എന്നെ നൊമ്പരപ്പെടുത്തിയത് എല്ലാം ഞാൻ മറക്കുകയാണ്. കൂടപ്പുറപ്പിനെയും കൂട്ടുകാരും എനിക്കെതിരെ ചെയ്തത്. നമ്മുടെ ഷാജി തുമ്പേച്ചിറിയച്ചൻ്റെ ഒരു വരിയുണ്ട്, നൊമ്പരങ്ങൾ മണ്ണിലെഴുതാം, സങ്കടങ്ങൾ മണ്ണിലെഴുതാം, ഓർമ്മകൾ സന്തോഷങ്ങൾ കല്ലിലെഴുതാം, കല്ലിൽ കൊത്തിവെക്കാവുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ തന്ന എല്ലാ നൊമ്പരങ്ങളും വേദനകളും മാഞ്ഞു പോകണം. മറിച്ച് നമുക്ക് നമ്മുടെ കൂടപ്പുറപ്പുകളും പ്രിയപ്പെട്ടവരും ചെയ്തു തന്ന എല്ലാ നന്മകളും കൊത്തിവെക്കുക എന്നുള്ളതാണ്, ഹൃദയത്തിൽ രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. എന്നെ കേട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ചലിക്കുന്നുവെങ്കിൽ ഈ ശുശ്രൂഷ തീരുമ്പോൾ തന്നെ ആദ്യമായി നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരണം, ഹൃദയത്തിലേക്ക് കൊണ്ടുവരണം. രണ്ടാമത്, ഹൃദയം കൊണ്ട് നിങ്ങൾ അവരെ സമീപിക്കണം. അവരെ സമീപിച്ചുകൊണ്ട് അവർ ചെയ്ത തെറ്റുപോലും നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് അവരോട് ക്ഷമാർപ്പണം നടത്താം. കർത്താവിനോട് അവസാനം വരെ പോരാടണം. കർത്താവെ, ഞാൻ ഈ ഭൂമിയിൽ നിന്നും പോകുന്നതിന് മുമ്പ് എൻ്റെ അമ്മയുടെ, എൻ്റെ അപ്പൻ്റെ എല്ലാ സഹോദരങ്ങളെയും എനിക്ക് തിരികെ തരണമേ എന്നുള്ള നിലവിളി അനുദിനം ഉയരുകയും വേണം. ഒരുപാട് ജീവിതങ്ങളെ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. ഞാൻ പ്രിയപ്പെട്ടവരെ, ഒരു കൺവെൻഷൻ വേളകളിൽ കൺവെൻഷൻ്റെ ഇങ്ങനെ അവസാന വാക്കിൽ ഇങ്ങനെ കൂട്ടിച്ചേർത്തു, ക്ഷമിക്കാതിരിക്കാൻ നിരവധി കാരണങ്ങളുണ്ട്, ക്ഷമിക്കാൻ ഒരേ ഒരു കാരണം ക്രിസ്തുവാണ്. ക്ഷമ ചോദിക്കാതിരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്, ക്ഷമ ചോദിക്കാൻ ഒരേ ഒരു കാരണം ക്രിസ്തുവാണോ എന്ന് പറഞ്ഞു അതിങ്ങനെ ശുശ്രൂഷ അവസാനിക്കുമ്പോൾ പിറ്റേ ദിവസം ആ ദേശത്ത് വലിയൊരു അത്ഭുതം നടക്കുകയാണ്. ഒരപ്പന് 5-6 മക്കളുണ്ട്, 6 ധ്രുവങ്ങളായിരുന്നു. 84 വയസ്സുള്ള ഈ അപ്പൻ, മക്കൾ പല ധ്രുവങ്ങളായി, അവരെ സംബന്ധിച്ച് പരസ്പരം മരിച്ചവരെന്ന് പ്രഖ്യാപിച്ച് ജീവിച്ച് കാലങ്ങളേറെ കടന്നുപോയ ഒരു കുടുംബം. എന്നാൽ പരിശുദ്ധാത്മാവ് അതിശക്തമായി അവരിൽ പ്രവർത്തിക്കുകയും ഓരോ സഹോദരന്മാരും സഹോദരൻ ചെന്ന് അങ്ങോട്ട് എന്നിട്ട് പരസ്പരം ക്ഷമ ചോദിച്ചു. മറ്റുള്ളവർ തനിക്കെതിരെ ചെയ്ത തെറ്റുകൾ യേശുവിനെ പോലെ ഏറ്റെടുത്തുകൊണ്ട് അങ്ങോട്ട് പോയി ക്ഷമ ചോദിച്ചു, കെട്ടിപ്പിടിച്ച് കരഞ്ഞു. തിരുനാളിൻ്റെ 2 ദിവസത്തിന് മുമ്പ് അപ്പൻ്റെ മുമ്പിൽ വന്നുകൊണ്ട് മക്കളും കൊച്ചുമക്കളും വന്നുകൊണ്ട് മുട്ടുകുത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു, അപ്പാ, ഞങ്ങളെല്ലാവരും രമ്യപ്പെട്ടു, ഞങ്ങൾ ക്ഷമിച്ചു എന്ന് പറയുമ്പോൾ അപ്പൻ കരഞ്ഞു. വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന അപ്പൻ കൈവച്ചു മക്കളെയും കൊച്ചുമക്കളെയും എല്ലാവരെയും അനുഗ്രഹിച്ചു. പിറ്റേ ദിവസം അപ്പൻ മരിച്ചു. പിറ്റേ ദിവസം അപ്പൻ മരിച്ചു എന്ന് വെച്ചാൽ അപ്പൻ്റെ കൈവെള്ളയിൽ പകരപ്പെട്ടിരുന്ന, മറയപ്പെട്ടിരുന്ന അനുഗ്രഹം മക്കളുടെയും കൊച്ചുമക്കളുടെയും ശിരസിലേക്ക് കൈമാറിയിട്ട് അപ്പൻ ഈ ലോകം വിട്ടുപോയി. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമുക്ക് ക്ഷമിക്കാം. നമുക്ക് ക്ഷമിക്കുന്നതിനേക്കാൾ അപ്പുറത്താണ് സ്നേഹിക്കാം. സ്നേഹം സകലതും ക്ഷമിക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ ആദ്യം സാഹോദര്യ ബന്ധത്തിൽ ചോദിച്ചൊരു ചോദ്യം, നിൻ്റെ സഹോദരൻ എവിടെ? രണ്ടാമത്തെ ഇന്ന് നമ്മൾ കേട്ടത്, സഹോദരങ്ങൾ ഒരുമിച്ച് വസിക്കുന്നത് എത്ര സുന്ദരമാണ്. അതിനാൽ ഒരുമിച്ചായിരിക്കുമ്പോൾ പിണങ്ങാൻ സാധ്യതയുണ്ടെങ്കിൽ, മുറിയാൻ സാധ്യതയുണ്ടെങ്കിൽ, സ്നേഹിച്ചിരിക്കുമ്പോൾ തന്നെ പിരിയുന്നത് നല്ലതാണ്. മുറിവേറ്റ് പിരിഞ്ഞു കഴിഞ്ഞാൽ, ബന്ധങ്ങൾ ഛിദ്രമായിട്ട് പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അടുക്കാൻ ഒരുപാട് വില കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഒരുമിച്ചൊരു കുടുംബത്തിൽ ആവോളം സമാധാനത്തിൽ സന്തോഷത്തോടുകൂടി കഴിയുക. എൻ്റെ വിവാഹം കഴിഞ്ഞു, ആ ദിവസങ്ങളിൽ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞ ഒറ്റ വാക്കാണ്, നമ്മൾ, എൻ്റെ അനിയനും ഫാമിലിയും മക്കളുമുണ്ട്, നമ്മൾ ഒരുമിച്ചായിരിക്കുന്നിടത്തോളം കാലം ഒരു കലത്തിലെ ചോറ് വെക്കത്തോളം. എന്നാൽ എപ്പോഴെങ്കിലും അസ്വസ്ഥത വരുന്നുവെങ്കിൽ നമ്മൾ പിരിയും, നമ്മൾ രണ്ടായി മാറും. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ എൻ്റെ ഭാര്യ ഒരുപാട് സഹകരിച്ചു. കർത്താവിൻ്റെ കൃപയാൽ
എനിക്ക് തോന്നുകയാണ് പിരിയണം. ഞങ്ങൾ അവർക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കുവാൻ വേണ്ടി വീട് വിട്ടുകൊടുത്തിട്ട് വാടകയ്ക്ക് 4 വർഷക്കാലമോളം താമസിച്ചു. ഇന്നും ആ സാഹോദര്യ ബന്ധത്തിന് വലിയ അർത്ഥമുണ്ട്. ബന്ധം മുറിയുമെന്ന് കണ്ടാൽ സ്നേഹിച്ചിരിക്കുന്നവനെ നീ കൃപയാലാണെങ്കിൽ നീ വിട്ടുകൊടുക്കണം. നീ വിട്ടുകൊടുത്തിട്ട് നീ പിരിയണം. അപ്പോൾ എന്തു ചെയ്യും? ദൈവം നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. എൻ്റെ ഈ കഴിഞ്ഞ 4-5 വർഷക്കാലമോളം എൻ്റെ ജീവിതത്തിൽ ഈശോ എനിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞാൽ തീരത്തില്ല. അതുകൊണ്ട് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും, സാഹോദര്യ ബന്ധത്തോട് പകരം വെക്കാൻ മറ്റൊരു ബന്ധവുമില്ല. പരിശുദ്ധാത്മാവ് അതിനെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.